ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്കിലെ നമ്മുടെ പേപ്പറിൻ്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നാണ്. അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് അനോവയാണ്. അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്? അനോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അനോവ? അനോവ എന്ന് പറയുന്നത് ഒരു പാരാമെട്രിക് ടെസ്റ്റാണ്. പാരാമെട്രിക് ടെസ്റ്റാണ് അനോവ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള പാരാമെട്രിക് ടെസ്റ്റ്? നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ പോപ്പുലേഷനുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു കോളേജ് എടുക്കുക. ഒരു കോളേജിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് പോപ്പുലേഷനുകളായി കൺസിഡർ ചെയ്യുകയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളുടെ മാർക്കാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഓരോ പോപ്പുലേഷനായി കൺസിഡർ ചെയ്യുന്നു. ഈ പോപ്പുലേഷനുകളുടെ മാർക്കുകൾ, ആവറേജ് മാർക്കുകൾ ഈക്വൽ ആണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമ്മൾ അനോവ എന്ന് പറയുന്ന പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് മോർ ദാൻ 2 പോപ്പുലേഷനുകളുടെ മീൻസ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അനോവ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് 2 പോപ്പുലേഷൻ ഉള്ളെങ്കിൽ നമുക്ക് സെഡ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് മീനുകൾ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാം. സോ 2ൽ കൂടുതൽ പോപ്പുലേഷൻ വരികയാണെങ്കിൽ അവയുടെ ഇക്വാലിറ്റി ഓഫ് മീൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാരാമെട്രിക് ടെസ്റ്റാണ് എന്ത്? അനോവ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനോവ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ മീന് ചെക്ക് ചെയ്യാനാണ്, മീന് ഈക്വൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനാണ് അനോവ യൂസ് ചെയ്യുന്നത് പറയുന്നു. പക്ഷെ അതിൽ എവിടെയാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് അനോവ എന്ന് പറയുന്നത്. എവിടെയാണ് വേരിയൻസ് വരുന്നത് നോക്കാം. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷനുകൾ സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രോബ്ലം ചെയ്യുക. സോ ഈ സാമ്പിളിൻ്റെ വേരിയേഷനുകൾ കൺസിഡർ ചെയ്താണ്, സാമ്പിളുകൾക്കുള്ളിലുള്ള വേരിയേഷനുകളെ പഠിച്ചിട്ടാണ്, വേരിയേഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോപ്പുലേഷൻ്റെ മീനുകൾ ഈക്വൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇത് ഒരു എക്സാമ്പിളാണ്. നമ്മൾ കുട്ടികളുടെ സ്ലീപ്പിംഗ് ടൈമും അവരുടെ മാർക്കും, സ്ലീപ്പിംഗ് ടൈമിനനുസരിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്കുണ്ട്. ഈ മാർക്കുകളുടെ ആവറേജുകൾ ഈക്വൽ ആണോ അല്ലോ നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമുക്കിവിടെ 3 പോപ്പുലേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ 6 ഹവേഴ്സ് സ്ലീപ്പ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ, 4 to 6 ഹവേഴ്സ് സ്ലീപ്പ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ, ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 സ്ലീപ്പ് ചെയ്യുന്ന ഒരു ഹവേഴ്സ് സ്ലീപ്പ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ. അത് നമ്മൾ ഫസ്റ്റത്തെ സാമ്പിളിൽ നിന്ന് 3 ഒബ്സർവേഷനുകളാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സാമ്പിളിൽ നിന്ന് 5 പോപ്പുലേഷനിൽ നിന്ന് 5 സാമ്പിൾസാണ് എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ പോപ്പുലേഷനിൽ നമ്മൾ 7 സാമ്പിൾസാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇതിലിപ്പോൾ ഫസ്റ്റത്തെ പോപ്പുലേഷൻ നമ്മൾ മീന് μ1 എന്ന് കൊടുത്തു, രണ്ടാമത്തത് മീന് μ2 എന്ന് കൊടുത്തു, മൂന്നാമത്തത് μ3 എന്ന് കൊടുത്തു. സോ ഈ പോപ്പുലേഷനുകളുടെ മീനുകൾ μ1 ഈസ് ഈക്വൽ ടു μ2 ഈസ് ഈക്വൽ ടു μ3 ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് എന്ത്? നമ്മളിവിടെ അനാലിസിസ് ഓഫ് വേരിയൻസിൽ ചെയ്യുന്നത്. സപ്പോസ് നമ്മളൊരു ജനറൽ പറയുകയാണ്, വി ആർ ടേക്കിംഗ് കെ പോപ്പുലേഷൻസ്, സ്മാൾ ലെറ്റർ കെ ആണ്, സ്മാൾ ലെറ്റർ കെ പോപ്പുലേഷനുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് എന്തുണ്ട്? സ്മാൾ ലെറ്റർ കെ പോപ്പുലേഷനുകളുടെ മീന് ഈക്വൽ ആണോ അല്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ത് എഴുതും? നൾ ഹൈപ്പോത്തസിസ് പറയുന്നത് μ1 ഈസ് ഈക്വൽ ടു μ2 ഈസ് ഈക്വൽ ടു എക്സെട്രാ ഈസ് ഈക്വൽ ടു μk. ഇനി അതിന് എഗെയിൻസ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? h1 എന്ന് പറയുന്നത് എനി ഓഫ് μi നോട്ട് ഈസ് ഈക്വൽ ടു μj, വേർ i ആൻഡ് j ഫ്രം 1 to എക്സെട്രാ k. ഏതെങ്കിലും 2 മീനുകൾ ഈക്വൽ അല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്താവും? നൾ ഹൈപ്പോത്തസിസ്. അതിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് വേരിയേഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് ഈ സാമ്പിളിൽ വേരിയേഷനുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ അനോവ 2 ടൈപ്പ് വേരിയേഷനുകളാണ് ഉണ്ടാകുന്നത്. 2 ടൈപ്പ് വേരിയേഷനുകളാണ് അനോവയിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേരിയേഷൻ വിത്തിൻ സാമ്പിൾ.
ആൻഡ് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ്. അതായത് നമ്മൾ നമ്മുടെ എക്സാമ്പിൾ എടുത്ത പോപ്പുലേഷൻ വരുന്നത് ഈ രൂപത്തിലാണ്. ഇതിൽ നമ്മുടെ സാമ്പിളിലെ ഉള്ളിലെ ഓരോ എലമെൻറ്റുകൾ തമ്മിൽ എന്തുണ്ട്, ഒബ്സർവേഷനുകൾ തമ്മിൽ എന്തുണ്ട്, വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ലീപ്പിംഗ് ടൈമിൽ നമ്മൾ ഓരോ സാമ്പിളുകളും തമ്മിൽ എന്തുണ്ട്, വേരിയേഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ 2 ടൈപ്പ് വേരിയേഷനുകൾ എന്ന് പറയുന്നത്. സോ 2 ടൈപ്പ് വേരിയേഷനാണ് അനോവയിലുള്ളത്. വേരിയേഷൻ വിത്തിൻ സാമ്പിൾ ആൻഡ് വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേരിയേഷൻ വിത്തിൻ സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വേരിയേഷൻ ഡ്യൂ ടു എറേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് സോ വേരിയേഷൻ ഡ്യൂ ടു എറേഴ്സ്. എന്തൊക്കെയാവാം, ചിലപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ എടുക്കുമ്പോൾ നമ്മളത് ഡാറ്റ കളക്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു എറർ വരിക, അതുകൊണ്ടുണ്ടാകുന്ന എററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വേരിയേഷൻ വിത്തിൻ സാമ്പിൾ. നമ്മൾ വിത്തിൻ സാമ്പിളിൽ വേരിയേഷൻ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവേഷൻ ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മിസ് റൈറ്റിംഗ് നടത്തുക, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ട്രൂ വാല്യൂ അല്ലാതെ തരിക, അങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷനാണ് നമ്മൾ സാമ്പിളിന് ഉള്ളിലുണ്ടാകുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ സാമ്പിൾസ്, 2 സാമ്പിളുകൾക്ക് തമ്മിൽ വേരിയേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, അത് ബൈ ട്രീറ്റ്മെൻറ്റ്സ്. വേരിയേഷൻ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ്? നമ്മളിവിടെ ഈ പോപ്പുലേഷൻ നമ്മൾ എങ്ങനെയാണ് തിരിച്ചത്, നമ്മൾ ഫസ്റ്റത്തേന് ഗ്രേറ്റർ ദാൻ 6 ആക്കി, ദെൻ 4 to 6 ആക്കി, ലെസ് ദാൻ 4, അങ്ങനെ നമ്മൾ 3 പോപ്പുലേഷനുകൾ എടുക്കുകയാണ് ചെയ്തത്. സോ ഇതെന്താണ്, ഇത് നമ്മൾ ടേക്ക് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ആ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എററിനെയാണ് എന്ത് പറയുന്നത്, വേരിയേഷൻ ബിറ്റ്വീൻ സാമ്പിൾസിൽ ഉണ്ടാകുന്ന എററാണ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്. സോ അതിനെ നമ്മൾ പറയുക വിത്തിൻ സാമ്പിളും ബിറ്റ്വീൻ സാമ്പിളുമാണ്. നമുക്ക് 2 ടൈപ്പ് വേരിയേഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. വേരിയേഷൻ വിത്തിൻ സാമ്പിളിൽ നമ്മൾ എന്താണ്, വേരിയേഷൻ ഡ്യൂ ടു എറേഴ്സ് ആണ്. അതായത് നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റിയിട്ട് അതിൽ മിസ്റ്റേക്ക് പറ്റുക. സോ ഇതെന്താണ്, ബിയോണ്ട് ഹ്യൂമൻ കൺട്രോളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്ര നല്ല രൂപത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും നാച്ചുറലി നമുക്ക് എന്തുണ്ടാവാം, ഒരു എറർ നമ്മുടെ ഡാറ്റ കളക്ഷനിൽ നമുക്ക് സംഭവിച്ചു പോകാം. അങ്ങനെയുള്ള എററിനെയാണ് നമ്മൾ വിത്തിൻ സാമ്പിളിൽ നടക്കുന്ന എറർ എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, ബിയോണ്ട് ഹ്യൂമൻ കൺട്രോളാണ്. പക്ഷേ ബിറ്റ്വീൻ സാമ്പിൾ, അതായത് ട്രീറ്റ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എററുകൾ എന്താണ്, ഇറ്റ് ഈസ് കൺട്രോളബിൾ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നമ്മൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടി നല്ല രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതെന്താവും, ബിറ്റ്വീൻ സാമ്പിളിലുള്ള എററുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. സോ നമ്മൾ ബിറ്റ്വീൻ സാമ്പിൾ, അതായത് ട്രീറ്റ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എററുകൾ, അവിടെ എററുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങളെ നമ്മൾ വിളിക്കുന്നത് അസൈനബിൾ കോസസ് എന്നാണ്. ദ കോസസ് വിച്ച് എന്തിന് കാരണമാകുന്നത്, ട്രീറ്റ്മെൻറ്റ് വേരിയേഷനുകൾക്ക് കാരണമാകുന്ന കോസുകളെ നമ്മൾ എന്ത് വിളിക്കും, അസൈനബിൾ കോസസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ കൺട്രോളിന് ബിയോണ്ട് ആയിട്ടുള്ള, നമ്മുടെ സാമ്പിളിൽ ഉണ്ടാകുന്ന എററുകളുടെ കാരണങ്ങളെ നമ്മൾ എന്ത് വിളിക്കും, ചാൻസ് കോസസ് എന്ന് വിളിക്കും. സോ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് വേരിയേഷനുകളാണ് ഉണ്ടാകുന്നത്. വിത്തിൻ സാമ്പിളിലെ ഒബ്സർവേഷനുകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടാവാം. ബിറ്റ്വീൻ സാമ്പിളുകൾ, നമുക്ക് സാമ്പിളുകൾ എടുത്ത ട്രീറ്റ്മെൻറ്റുകൾ തമ്മിൽ എന്തുണ്ടാവാം, വേരിയേഷൻ ഉണ്ടാവാം. സോ അതിന് നമ്മൾ വേരിയേഷൻ ഫസ്റ്റ് വണ്ണിനെ വിത്തിൻ സാമ്പിളിനെ വേരിയേഷൻ ഡ്യൂ ടു എറേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ബിറ്റ്വീൻ സാമ്പിളിൻ്റെ വേരിയേഷൻ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് വിത്തിൻ സാമ്പിളിലെ വേരിയേഷൻസ് എന്താണ്, ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ ആണ്. ആൻഡ് അതിൻ്റെ കോസുകളെ നമ്മൾ ചാൻസ് കോസസ് എന്നാണ് പറയുന്നത്. ആൻഡ് ബിറ്റ്വീൻ സാമ്പിളിൽ ഉണ്ടാകുന്നത് കൺട്രോളബിൾ വേരിയേഷനുകളാണ്. സോ അതുണ്ടാക്കുന്ന കോസുകളെ നമ്മൾ അസൈനബിൾ കോസസുകൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്തെല്ലാമാണ് നമ്മുടെ അനോവയുടെ അസംഷൻസ് എന്ന് നോക്കാം. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് അനോവ എന്നാണ്. സോ നമുക്ക് 4 അസംഷനുകളാണ് നമ്മുടെ അനോവയിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർമാലിറ്റിയാണ്.
അതായത് നോർമാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് പോപ്പുലേഷനിൽ നിന്നാണോ സാമ്പിളുകൾ എടുക്കുന്നത് ആ പോപ്പുലേഷനുകൾ എന്തായിരിക്കണം, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്നാണ് നോർമാലിറ്റി പറയുന്നത്. സോ അത് പറയുന്നത് എന്താണ്, ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് we takes the samples follows normal distribution. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമാലിറ്റി. അപ്പോൾ നോർമാലിറ്റിയാണ് ഫസ്റ്റ് അസംപ്ഷന്. എന്താണ് പറയുന്നത്, നമ്മുടെ സാമ്പിൾ എടുക്കുന്ന പോപ്പുലേഷനുകൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് അസംപ്ഷൻ എന്ന് പറയുന്നത് ഹോമോജീനിറ്റി ആണ്. ഹോമോജീനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനുകൾ എന്തായിരിക്കണം, ഒരേ വേരിയൻസ് ഉള്ള, അതായത് വേരിയൻസ് ഉള്ള പോപ്പുലേഷൻ ആയിരിക്കണം. ദ പോപ്പുലേഷൻസ് ഷുഡ് ബി ഓഫ് സെയിം വേരിയൻസ്. നമുക്ക് ഒരേ വേരിയൻസ് ഉള്ള പോപ്പുലേഷനുകളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരേ വേരിയൻസ് ഉള്ള പോപ്പുലേഷനുകൾ എന്നായിരിക്കണം നമ്മൾ സാമ്പിളുകൾ എടുക്കേണ്ടത്. ആൻഡ് തേർഡ് വണ്ണ് നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് ആർ ഡ്രോൺ ഇൻ റാൻഡം. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ റാൻഡം ആയിട്ട് തന്നെ വേണം നമുക്ക് ഡാറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ അസംപ്ഷൻ. ആൻഡ് ഫോർത്ത് അസംപ്ഷൻ പറയുന്നത് അഡിറ്റിവിറ്റി ആണ്. അതായത് നമ്മുടെ എഫക്ട്സ്, വേരിയസ് കമ്പോണൻസിൻ്റെ എഫക്ട്സ് എന്തായിരിക്കണം, അഡിറ്റീവ് ആയിരിക്കണം. എഫക്ട്സ് ഓഫ് various components are additive in nature. നമുക്ക് കമ്പോണൻസിൻ്റെ എഫക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ആഡ് ചെയ്യാൻ കഴിയണം. ഇതാണ് 4 അസംപ്ഷൻസ്. നമ്മുടെ അനോവയുടെ 4 അസംപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നോർമാലിറ്റി ആണ്, സെക്കൻഡ് വൺ ഹോമോജീനിറ്റി ആണ്, തേർഡ് വൺ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫോർത്ത് വൺ അഡിറ്റിവിറ്റി. ഓക്കെ, ഇങ്ങനെ 4 അസംപ്ഷൻസ് ആണ് നമുക്ക് അനോവയിൽ ഉള്ളത്. സോ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ അനോവ എന്ന് പറയുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ 2ൽ കൂടുതൽ പോപ്പുലേഷനുകളുടെ മീനുകൾ ഈക്വൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാരാമെട്രിക് ടെസ്റ്റാണ്.